അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കേസ് എന്ന് പറയുന്നത് ഒരു സർപ്രൈസാണ്. സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും നമ്മുടെ ലിറ്റിൽ ന്യൂസിനും ഒരേപോലെ സർപ്രൈസ് തരുന്നൊരു കാര്യമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിറ്റിൽ ന്യൂസിനെ സ്കൂളിൽ ചേർക്കാറായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അവൾക്ക് വേണ്ടുന്ന എല്ലാ സാധനം, ബാഗായാലും ബുക്സ് ആയാലും എല്ലാ കാര്യങ്ങളും നമ്മൾ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എല്ലാം ഷോപ്പിംഗ് വാങ്ങിച്ച് വെച്ചിരിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ അവരുടെ വകയായിട്ട് ഒന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു അവർക്ക്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എന്തിനാണ് അങ്ങനെയല്ല, അവർ വാങ്ങിച്ചു കൊടുക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ കാശില്ലാതെ അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എനിക്കറിയാമല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞു വേണ്ട, ഞങ്ങൾ വാങ്ങിച്ചേലും ബുക്സ് ആയാലും മറ്റേ ബ്രൗൺ പേപ്പർ ആയാലും പെൻസിൽസ് ആയാലും വാട്ടർ ബോട്ടിലായാലും ചെരുപ്പായാലും കുടയായാലും ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് ഉള്ളത് കൊണ്ട് നമ്മൾ ദൈവം സഹായിച്ച് അവളുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട്. അപ്പം അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എൻ്റെ അച്ഛൻ്റെ അമ്മേനും ചെല്ല കുട്ടിയാണ് നമ്മളെ ലിറ്റിൽ ന്യൂസ് എന്ന് പറയുന്നത്. ചെറുപ്പത്തിൽ എന്നെ അനിയത്തി എങ്ങനെയാണോ നോക്കിയത് അതുപോലെ ഒരു മോളെ പോലെയാണ് അവർ കെയർ ചെയ്യുന്നത്. ആ കാര്യത്തിൽ ഞാൻ ലക്കിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജോലിക്ക് പോയാൽ തന്നെ അവരാണ് ഇങ്ങനെ നോക്കുന്നത്, എൻ്റെ അമ്മയൊക്കെ തന്നെയാണ് ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ അവരെ തന്നെയാണ് എൻ്റെ മോളെ അച്ഛ എന്നും അമ്മയെന്നും വിളിക്കുന്നത്, ഞങ്ങളെ മമ്മീന്നും ഡാഡിയെന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് ഭയങ്കര വിഷമം, ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കണം. അപ്പോൾ അച്ഛൻ ഇങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും വാങ്ങി കൊടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് ഒരു സാധനം നമ്മുടെ നേഹൂസിന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് ഞാൻ ഇത് ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് ഡ്രസ്സായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് എന്ത് വാങ്ങും എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം വിചാരിക്കുന്നത് എന്താണ്, എന്തെങ്കിലും ഡ്രസ്സായിരിക്കും, ഡ്രസ്സ് ഐറ്റംസ് ആയിരിക്കും. ഞാനിങ്ങനെ അതാണെന്നാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. പക്ഷേ അച്ഛൻ പോയി ശരിക്കും ഞങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞു, എന്നെയും നമ്മുടെ നേഹൂസിനെയും ഞെട്ടിച്ച് കളഞ്ഞു. അപ്പോൾ അച്ഛൻ ഞെട്ടിച്ച സാധനം ഞാൻ കാണിക്കും കേട്ടോ. അച്ഛൻ്റെ സങ്കടമൊക്കെ മാറി അച്ഛനൊരു ബാഗ് തന്നെ നമ്മളെ ലിറ്റിൽ ന്യൂസിന് സ്പോൺസർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഡോറയുടെ ബാഗാണ് കേട്ടോ. ഡോറയുടെ ബുജിൻ്റെ ബാഗാണ് കണ്ട. ബുജിയില്ല, ഡോറ മാത്രമേ ഉള്ളൂ കണ്ട, ഡോറ. അപ്പോൾ ഇത് സ്കൂബിയുടെ ഒരു ബാഗാണ് കേട്ടോ, കാണാലോ. നല്ല ബാഗ് കേട്ടോ, നല്ല ഒരു ഗ്രീനിഷ് കളറായിട്ടുള്ള ബാഗ്. പിന്നെ അതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ വരുന്ന ഒരു ബാഗാണ് കേട്ടോ. ടോട്ടൽ എത്ര അറയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വലിയ അറ, പിന്നെ ഇങ്ങനെ ഒരു റൗണ്ടായിട്ടുള്ളൊരു അറ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഡോറയിൽ തലയിൽ മണ്ടയിലായിട്ട് ഒരറ. എല്ലാം തുറന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിട്ട് ഈ അറ കണ്ടോ. ഇതിനകത്തുള്ള സാധനം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടോ, സെക്കൻഡ് അറ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് ഏകദേശം ഒരേ ഒരു വിസ്തീർണ്ണമുള്ളൊരു അറയാണ് കേട്ടോ, ഒരേ ഒരു അളവിലുള്ള അറയാണ്. പിന്നെ തേർഡ് വൺ വന്നിട്ട് ഈ ഒരു അറ, അത്യാവശ്യം നമുക്ക് സ്നാക്സിൻ്റെ ബോക്സും പെൻസിൽ ബോക്സും ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു അറ. പിന്നെ ഇത് കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ഒരു ചെറിയ അറ, അതായത് ഡോറയുടെ ഫോട്ടോ വരുന്ന ആ ഒരു അറ. പിന്നെ കുപ്പി വെക്കാനുള്ളതാ, പിന്നെ ഇങ്ങനെ. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇരിക്കുന്നൊരു സാധനമാണ് കേട്ടോ. ഈ ഒരു സാധനം കളറിങ് ബുക്കെന്നും പറഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതിനകത്ത് ബാഗ് മേടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഫിഗർ ഉണ്ടോ, ഫിഗേഴ്സ് ഇങ്ങനെ ഇവിടെ ചെറുതായിട്ടുള്ള ഒരു ഇത് കാണിക്കും, ആ കളർ നോക്കിയിട്ട് ഇവിടെ വരയ്ക്കാനുള്ള. ഏകദേശം എത്രയാണ്, 2 വീടിൻ്റെ പടം, പിന്നെ എന്തോ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് വഴി കാണിക്കുന്ന അങ്ങനെയൊക്കെയുള്ളത്. എത്ര ഒരു ചെറിയൊരു കുഞ്ഞു ബുക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞോണ്ട് കുറച്ച് നെയിം സ്റ്റിക്കേഴ്സ് ഉണ്ടോ. എത്ര എണ്ണം ഉണ്ട്, 3, 6, 3, 9 എണ്ണം ഉണ്ട്. അപ്പം ശരിക്കും ഞാൻ വളരെ ഹാപ്പി ആയിട്ട്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ട് നമ്മുടെ നേഹക്കുട്ടിക്ക് ബാഗാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പം അവൾക്കും വലിയ സന്തോഷമായി. ഇപ്പോൾ കുറേ നേരം ഇങ്ങനെ
കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അഴുക്ക് പറ്റിക്കേണ്ട, മമ്മിയെ കൊണ്ട് വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സൂപ്പർ കിരിങ്ങി വാങ്ങിച്ചെടുത്തതാണ്. അല്ലെങ്കിൽ പിന്നെ തറയിലിട്ട് അഴുക്കൊക്കെ പറ്റില്ല, അറിയാമല്ലോ കുട്ടികളുടെ കാര്യം. അപ്പോൾ നമ്മുടെ നേഹൂസിന് ടോട്ടൽ 2 എണ്ണമായി. ഒന്ന് ഡൈനോസറിൻ്റെ, ഒന്ന് ഡോറയുടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ സന്തോഷം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് കാണിക്കാം എന്ന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ബൈ ബൈ.